ഹായ് മക്കളെ, സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രീമിയം ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തു നോക്കാം. സൊല്യൂഷൻസിൽ എന്താ പഠിക്കാനുള്ളത്? അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് CM അക്കാഡമി സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൾ സ്റ്റോർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഈ ORG കോഡ് അടിച്ചു കൊടുത്താൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. CM അക്കാഡമിയുടെ നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും മെഡിക്കലിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റിയതിൽ ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തിക്കാൻ CM അക്കാഡമിക്ക് പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ CM അക്കാഡമിയിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടായിട്ടുണ്ട്. 100 വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്തതിൽ നിന്ന് 33ഓളം വിദ്യാർത്ഥികൾ MBBS പോയിട്ടുള്ള കഥയും CM അക്കാഡമിക്ക് പറയാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നാലെ അങ്ങോട്ട് കൂടിയാൽ നിങ്ങൾ റിസൾട്ടിലേക്ക് എത്തുന്ന ഉറപ്പാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, എന്നാലല്ലേ ഞങ്ങൾക്ക് പിന്നാലെ കൂടാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അഡ്മിഷൻ എടുക്കാനൊന്നുമില്ല, വിവരം അറിയാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചേക്ക്. എന്തൊക്കെയാണ് പരിപാടി എന്ന് അറിയാലോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് എന്തൊക്കെയോ ഡയലോഗ് പറയുന്നുണ്ട്. നെയിം ദി 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതൊക്കെയാടാ? ഒന്നെന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇവിടെ എഴുതാം. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. ഓർമ്മയില്ലേ? പിന്നെന്താ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്. നാലാമത്തെ എന്താ? ഓസ്മോട്ടിക് പ്രഷർ. എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. ഓക്കെ അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെൻ എത്തനോയിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബെൻസീൻ. എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ആസിഡാണ്. ഓർഗാനിക് ആസിഡ് ഓർഗാനിക് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വാൻ ഹോ ഫാക്ടർ അതൊരു ഡൈമറൈസേഷൻ ആണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടും ഓർഗാനിക് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്താലും ദാറ്റ് ഈസ് ഡൈമറൈസേഷൻ. എല്ലാ ഡൈമറൈസേഷൻ റിയാക്ഷൻസിലും ഐയുടെ വാല്യൂ, വാൻ ഹോ ഫാക്ടറിൻ്റെ വാല്യൂ 1/2 ആണ്. വാൻ ഹോ ഫാക്ടർ കാണാനുള്ള ഇക്വേഷനാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിനെന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ആ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒരു സൈഡിലേക്ക് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പേപ്പറിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ ആയിരിക്കില്ല നമ്മൾ കാണുക, പകരം അതിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് കാണുക. I ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/2. സോ 1/2 ഇൻറ്റു കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഹാഫായി മാറും. അത് ഹാഫ് ആവാനുള്ള കാരണം എന്താണ്? അവിടെ ഡൈമറൈസേഷൻ നടന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ വൺ ഷോട്ട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് വൃത്തിയായിട്ടൊന്ന് എഴുതാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയലോഗ് എന്തോ ആയിക്കോട്ടെ, ക്വസ്റ്റ്യനും ഒന്ന് തുടങ്ങാം. ഫോർ ഡിറ്റർമിനിങ് മോളിക്കുലാർ മാസ് ഓഫ് പോളിമർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രിഫേർഡ്. എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാലും നമുക്ക് മോളാർ മാസ് കാണാൻ പറ്റും. പക്ഷേ ഓസ്മോട്ടിക് പ്രഷറാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതിന് പ്രധാനമായും 3 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവരാണെങ്കിൽ എഴുതിയെടുത്തോ, അറിയണവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ മോനെ. ഓസ്മോട്ടിക് പ്രഷറിന് ലാർജ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വിസിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വളരെ കൺസിഡറബിൾ ഒരു വാല്യൂ അതിനുണ്ടാകും. ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഹാസ് ലാർജ് വാല്യൂ ഈവൺ ഫോർ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷന് പോലും ഓസ്മോട്ടിക് പ്രഷറിൻ്റെ വാല്യൂ വളരെ വലുതായിരിക്കും എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് ഏത് ടെമ്പറേച്ചറിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് അറ്റ് എനി ടെമ്പറേച്ചർ. ബാക്കിയുള്ളതിനൊക്കെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട്, അവിടെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തത്, ഈ ഓസ്മോട്ടിക് പ്രഷറിൽ മൊളാരിറ്റിയാണ് യൂസ് ചെയ്യുക, ബാക്കി എല്ലായിടത്തും മൊളാലിറ്റിയാണ് യൂസ് ചെയ്യുക. ഇങ്ങനെ 3 പോയിന്റ് ഉണ്ട്. ആവശ്യക്കാർ വേണ്ടത് നോട്ട് ചെയ്തോ, ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്ക്. ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസിന് 0.9% NaCl സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് ദിസ് സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക് വിത്ത് RBC. RBCയുമായിട്ട് ഐസോട്ടോണിക് ആയതുകൊണ്ട് RBCക്ക് ഡാമേജ് ഉണ്ടാവില്ല. ഇത് ഹൈപ്പോട്ടോണിക്കോ ഹൈപ്പർട്ടോണിക്കോ ആണെങ്കിൽ RBC നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസിൽ 0.9% NaCl സൊല്യൂഷൻ എടുക്കുന്നത്. നെയിം ദി ലോ വിച്ച് ഹെൽപ്സ് അസ് ടു ഡിറ്റർമിൻ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വോളട്ടൈൽ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു വോളട്ടൈൽ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കാണാനുള്ള ലോ ഏതാണ്? റൗൾസ് ലോയാണ്. ഓർക്കുന്നില്ലേടാ? റൗൾസ് ലോ. ഒരു ഗ്യാസിൻ്റെ വേപ്പർ പ്രഷറാണ് ചോദ്യമെങ്കിൽ ഹെൻറീസ് ലോയാണ്. ഇത് ഗ്യാസിനെ കുറിച്ചല്ല, വോളട്ടൈൽ ലിക്വിഡിനെ കുറിച്ചാണ് ചോദ്യം, അപ്പോൾ റൗൾസ് ലോയാണ്. എന്താണ് ലോ? അതൊക്കെ എത്രയോ നിങ്ങൾ പാട്ടുപാടി പഠിച്ചതായിരിക്കും. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദി സൊല്യൂഷൻ. എത്രയോ തവണ നമ്മൾ പാട്ടുപാടി പഠിച്ചതാണ്. ഇനി വേപ്പർ പ്രഷർ, ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതുകയാണ്.
എടാ റൗൾസ് ലോ പ്രകാരം ടോട്ടൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താടാ P0A കൈ എ പ്ലസ് P0B കൈ ബി ആണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ വാല്യൂ ഒക്കെ തരാം. കാൽക്കുലേഷൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ പരീക്ഷാ തലേന്ന് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ശരിയാണോ നോക്കലല്ലല്ലോ നമ്മുടെ പണി. എടാ നോക്കിക്കോ, രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട്. ഒരാൾ ക്ലോറോഫോമാണ്, മറ്റാൾ ഡൈക്ലോറോ മീഥൈനാണ്. ഓക്കെ, ആ ഓരോരുത്തരുടെയും വേപ്പർ പ്രഷർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമനെ ക്ലോറോഫോം ആയിട്ട് എടുക്കുകയാണ് എ, ഇത് ബി. എയുടെ വേപ്പർ പ്രഷർ 200 അപ്പോൾ P0Aയുടെ വാല്യൂ 200 എന്ന് കിട്ടി. P0Bയുടെ വാല്യൂ എത്രയാണ് 415 എന്നും കിട്ടി. അപ്പോൾ വാല്യൂ അവിടെ കിട്ടി. കൈ എ കൈ ബി ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, കൈ എ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾ ഓഫ് ബി. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് മോളും തന്നിട്ടില്ല. പകരം എന്താ തന്നതെന്ന് അറിയോ? അയാളുടെ വെയിറ്റ് ആണ് തന്നത്. വായിച്ചു നോക്കിയേ, കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ്. 24 ഗ്രാം ക്ലോറോഫോമും 17 ഗ്രാം ഡൈക്ലോറോമീഥൈനും വെയിറ്റാണ് തന്നത്. അപ്പോൾ വെയിറ്റിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾ ആദ്യം കാണണം. എടാ ക്ലോറോഫോമിൻ്റെ നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ക്ലോറോഫോമിൻ്റെ മോളാർ മാസ് ഒന്ന് കണ്ടെത്തിക്കേ. എടാ CHCl3 ഇതല്ലടാ ക്ലോറോഫോം. അപ്പോൾ ഓരോരുത്തരുടെ മാസ് കൂട്ട്. ഇതാ കാർബൺ എത്ര? 12. ഹൈഡ്രജൻ എത്ര? 1. ക്ലോറിൻ എത്ര? 35.5. അങ്ങനത്തെ പിന്നെ 2 ക്ലോറിൻ ഉണ്ട്, 71. 3 ക്ലോറിൻ ടോട്ടൽ. അപ്പോൾ കൂട്ടി നോക്കിയാൽ ഇത് 0.5, ഇത് 6, 7, 9, ഇത് 11, 119.5 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഗിവൺ മാസ് എത്ര ഇവിടെ? 24 ഡിവൈഡർ ബൈ 119.5. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? 5 ആണ്, അവനാണ് ചാൻസ്. ആ വാല്യൂ എടുത്തിട്ട് NAയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്നുള്ളിടത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇയാളുടെ നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാടാ? ഇവിടെ തന്നിട്ടുണ്ട്. ഗിവൺ മാസ് 17 ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് എത്ര? CH2Cl2. മൊത്തം കുട്ടികൾക്ക് ക്ലോറിൻ 2 എണ്ണം 71. ഓക്കെ, ഹൈഡ്രജൻ 2 എണ്ണം 2, കാർബൺ 1 12. അപ്പോൾ 14, 14ഉം 71ഉം കൂട്ടിയാൽ 85. കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 85. അപ്പോൾ 17/85 അത് കണ്ടാൽ തന്നെ അറിയാം. 170/85 ആണെങ്കിൽ 2 ആണല്ലോ. അപ്പോൾ ഇത് 0.2 ആണ്. ഓക്കെ, ഇതോ? അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. അപ്പോൾ നമുക്ക് NAയുടെ വാല്യൂ ഇവിടെ കിട്ടും, NBയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൈ എ കിട്ടി. ഇതാ കൈ എ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൈ ബി എങ്ങനെ കാണുക? സെയിം മെത്തേഡ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും ബിയും നമ്മൾ അവിടെ താഴെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായി സമയം കളയേണ്ട, ചെയ്യാൻ കിട്ടുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡയലോഗ് എന്തോ ആയിക്കോട്ടെ. വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ I ഫോർ അക്വസ് സൊല്യൂഷൻ ഓഫ് KCl ഈസ് ക്ലോസ് ടു 2 വൈൽ ദാറ്റ് ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ ബെൻസിൻ ഈസ് 0.5. എന്തുകൊണ്ട്? എടാ മോനെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. I കാണാനുള്ള ഇക്വേഷൻ 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് പാർട്സ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്സ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. എടാ മോനെ, ഇനി ചിന്തിക്ക്. KCl സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് K പ്ലസും Cl മൈനസും ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ആയി മാറുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസോസിയേഷൻ എന്നാണ്. ബോണ്ട് പൊട്ടലാണ്. അപ്പോൾ അവിടെ ഡിസോസിയേഷൻ നടക്കുമ്പോൾ I എത്ര ഉണ്ടാവുക? ഈ ഡിസോസിയേഷന് ശേഷം ഇവർ എത്ര ആളായി? K പ്ലസും Cl മൈനസും 2 ആളായി. മുമ്പ് എത്ര ആളായിരുന്നു? 1 ആൾ. സോ ദി വാല്യൂ ഇസ് 2. കളി മനസ്സിലായില്ലേ? എന്നാൽ എത്തനോയിക് ആസിഡ് ബെൻസീനിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ദാറ്റ് ഈസ് ഡൈമറൈസേഷൻ. 2 ആൾ കൂടി ചേർന്നിട്ട് ഒരാളായി മാറാണ് ചെയ്യുക. അതാണ് ഡൈമറൈസേഷൻ. 2 ആൾ കൂടി ചേർന്ന് ഒരാളാവും. അപ്പോൾ ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസോസിയേഷൻ. 2 ആൾ കൂടിച്ചേരലാണ്. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ അസോസിയേഷന് ശേഷം അവിടെ ഒരാളായി, ഡിവൈഡഡ് ബൈ അസോസിയേഷന് മുമ്പ് അവിടെ 2 ആൾ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് 1/2. ആ 1/2ൻ്റെ വാല്യൂ ആണ് ഇവിടെ 0.5 എന്ന് തന്നത്. അപ്പോൾ KClൻ്റെ വാല്യൂ എന്തുകൊണ്ട് 2 ആയി? അവിടെ ഡിസോസിയേഷൻ നടക്കുന്നത് കൊണ്ട്. ഇയാളുടെ വാല്യൂ എന്തുകൊണ്ട് 0.5 ആയി? അവിടെ അസോസിയേഷൻ ഓർ ഡൈമറൈസേഷൻ നടക്കുന്നത് കൊണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. 1.8 ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 19 ഗ്രാം ഓഫ് ബെൻസീൻ. ബോയിലിംഗ് പോയിന്റ് റൈസ്ഡ് ടു 354.11. എടാ, ആദ്യം ഉണ്ടായിരുന്ന ബോയിലിംഗ് പോയിന്റ് പിന്നെ ഉണ്ടായിരുന്ന ബോയിലിംഗ് പോയിന്റ് തന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് കാണാം. ഡെൽറ്റ TB 354.11 മൈനസ് 353.23. അപ്പോൾ അതൊന്ന് മൈനസ് ചെയ്ത് നോക്ക്. എടാ 354.11 മൈനസ് 353.23.
ഇത് മൈനസ് ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ഡെൽറ്റ ടി ബി. സപ്പോസ് അതിൻ്റെ വാല്യൂ എക്സ് എന്ന് എടുക്കട്ടെ, ഞാനിപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഫ്രാക്ഷനിൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് എത്ര ആയിക്കോട്ടെ, കാൽക്കുലേറ്ററുകളും തമ്മിലുള്ള ഇടപാടാണ്. എടാ കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ഡെൽറ്റ ടി ബി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഡെൽറ്റ ടി ബി നമുക്കിവിടെ കിട്ടി എക്സ് 354.11 നിന്ന് 353.23 കുറക്കുക. എത്ര ഉണ്ടാവുക എന്നുള്ളത് ഇനിയിപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട. അപ്പോൾ 67 11 78 അല്ലേ, 67 11 0.78 എന്നുണ്ടാവും. ഓക്കെ, കെ ബിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 2.53 ആണെന്ന്. കെ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. W2 ഇട്ട സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എവിടെ 1.8 ഗ്രാം ഓഫ് എ സൊല്യൂട്ട് 1.8 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 എത്ര, അതാണ് ക്വസ്റ്റ്യൻ, അത് നമ്മൾ കാണണം. ഇൻറ്റു W1 സോൾവെൻറ്റിൻ്റെ വെയിറ്റ്. സോൾവെൻറ്റ് ബെൻസീൻ ആണല്ലോ ഇവിടുത്തെ സോൾവെൻറ്റ്. അത് എത്ര വെയിറ്റ് തന്നിട്ടുണ്ട്? 90 ഗ്രാം. എല്ലാം തന്നു. ഇയാളെ മാത്രമാണ് കാണണം. അതാര് കാണും? നീ കാണണ്ട, അത് കണ്ടോളൂ. കാൽക്കുലേറ്ററും നീ തമ്മിൽ. എടാ വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻസ്? എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ്റെ ഡെൽറ്റ എച്ച് 0 ആണ്, ഡെൽറ്റ വി 0 ആണ്. സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻറ്ററാക്ഷൻ, സൊല്യൂട്ട് ഇൻറ്ററാക്ഷനും സോൾവെൻറ്റ് ഇൻറ്ററാക്ഷനും ഈക്വൽ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ? ക്ലോറോഫോമും അസെറ്റോണും തമ്മിൽ ഒരു ക്ലോറോഫോം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ CHCl3 ആണ്. അസെറ്റോൺ എന്ന് പറഞ്ഞാൽ CH3COCH3 ആണ്. അപ്പോൾ ഈ ക്ലോറിനും ഈ ഓക്സിജനും തമ്മിലൊരു സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അവിടെ ഫോം ചെയ്യും. ക്ലോറിനും ഓക്സിജനും തമ്മിലൊരു സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. അപ്പോൾ അവർ നല്ല സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ആകുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഒക്കെ എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളണം. അതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് ഡീവിയേഷൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ബ്രേക്കായി എന്നാണ് പറയേണ്ടത്. നെഗറ്റീവ് ഡീവിയേഷൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടായി, ഫോം ചെയ്തു എന്നാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേടാ, വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? എടാ ഒരു പാത്രം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോ, അതിനിടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വിചാരിച്ചോ, അവിടെ ഒരു ലോ കോൺസെൻട്രേറ്റഡ് ഏരിയയും ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയും മനസ്സിൽ വിചാരിച്ചോ. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. വെള്ളം ലോ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ നിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിലേക്കാണ് ഫ്ലോ ചെയ്യുക. ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ആ ഓസ്മോസിസ് നടക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഇവിടെ ഇങ്ങോട്ടല്ലേ നടക്കണേ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുക. അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഈ ഓസ്മോസിസിൻ്റെ ഫ്ലോ ഇങ്ങനെ കുറയും. ഞാൻ ഒന്നാണ് അമർത്തിയപ്പോൾ ഒന്ന് കുറഞ്ഞു, പിന്നെ അമർത്തിയപ്പോൾ പിന്നെയും കുറഞ്ഞു, നല്ലോണം അമർത്തിയപ്പോൾ ഈ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ആ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ചിലവായ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ചിത്രവും ഞാൻ കുറേ കഥയും പറഞ്ഞു എന്നല്ലാതെ ഡയലോഗ് മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ചോ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഓൺ ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയ, അപ്ലൈഡ് ഓൺ ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയ ടു സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷറിൻ്റെ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോസിസ് എന്നും ഇവിടെ ചോദിക്കാറുണ്ട്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്നും ചോദിക്കാറുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ നല്ലോണം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിനേക്കാളും പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ഇഫ് ദി എക്സ്റ്റേണൽ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ, ഫ്ലോ ഓഫ് ഓസ്മോസിസ് ഗെറ്റ് റിവേഴ്സ്ഡ്. ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൻ്റെ ഡീസലൈനേഷൻ. ക്ലിയർ അല്ലേ മോനെ? പഠിച്ചു വെച്ചോളണം കേട്ടോ. ഡ്രോ വേപ്പർ പ്രഷർ കർവ് ബൈ പ്ലോട്ടിംഗ്. എടാ എന്തോ ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, ചോദ്യം എനിക്ക് മനസ്സിലായി. വേപ്പർ പ്രഷർ കർവ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷനുകളുടെ ഗ്രാഫാണ്. ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുക. കൈ A1 കൈ B0. ഇവിടെ കൈ A0 കൈ B1. എന്നിട്ട് എങ്ങനെയാടാ നമ്മൾ വരച്ചിരുന്നത്? ഐഡിയൽ സൊല്യൂഷൻ ആണോ വേണ്ടത്? ദാ ഇവിടെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഈ വരകളുടെ പേരെന്താ? ഇത് PA, ഇത് PB, ഇങ്ങനെ പോയത് P ടോട്ടൽ. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ സിമ്പിളാണ്, ഇതിൻ്റെ മേലെ കൂടെ വരയ്ക്കുക, കുറച്ചൊന്ന് വളച്ച് വരയ്ക്കുക. നെഗറ്റീവ് ഡീവിയേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാണ്, ഇതിൻ്റെ താഴെ കൂടെ വരയ്ക്കുക. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തന്നതാണ്. എങ്ങനെ വരയ്ക്കുക എന്നുള്ളതൊക്കെ ഇഷ്ടംപോലെ തവണ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാവുന്നതുമാണ്. മോഡിഫൈഡ് അബൌട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഓക്കെ, ഹെൻറീസ് ലോ ഈസ് റിലേറ്റഡ് ടു സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. അറിയാലോ, സ്റ്റേറ്റ് ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ എന്താ? വേപ്പർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ്, ഇതിനെ പി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ഇക്വേഷനിൽ തന്നെ കാര്യമുണ്ട്. അപ്പോൾ അയാളുടെ ഇക്വേഷൻ എന്താ? പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ. അറിയാവുന്ന കാര്യമല്ലേടാ? ഒന്നുകൂടെ പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. റൈറ്റ് എനി ടു ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. മോനെ 2 അല്ല 3 എപ്പോഴും പറയാറുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. സോഫ്റ്റ് ഡ്രിങ്ക്സ് പെപ്സി, കൊക്കോകോള, 7up സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. 2, സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ ഒരു കഥ കേട്ടിട്ടില്ലടാ? സ്ക്യൂബ ഡൈവേഴ്സ് കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴുള്ള ഗ്യാസ് ടാങ്ക്സ് ഹീലിയം വെച്ച് ഡൈല്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഹീലിയം വെച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഗ്യാസ് ടാങ്ക്സ് ഓഫ് സ്ക്യൂബ ഡൈവേഴ്സ് ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം ടു അവോയ്ഡ് ബയോളജിക്കൽ കണ്ടീഷൻ കോൾഡ് ബെൻഡ്. ബെൻഡ് പോലെയുള്ള ബയോളജിക്കൽ കണ്ടീഷനെ അവോയ്ഡ് ചെയ്യാൻ. 3, അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് മലയുടെ മുകളിൽ എന്ത് സംഭവിക്കുന്നു? ലോ അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പോൾ അവിടെ അനോക്സിയ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? ഞാൻ പറഞ്ഞു, റൈറ്റ് എനി വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ. നേരത്തെ പറഞ്ഞു. വാൻ ഹോ ഫാക്ടർ കാണാൻ ചോദിച്ചാൽ സിമ്പിളാടാ. ഇതിൽ എത്ര അയോൺ ഉണ്ട് എന്നാണ് നോക്കിയാൽ മതി. എൻ-എയും Cl-ഉം 2 ആൾ, അലുമിനിയവും NO3 3 എണ്ണം, ടോട്ടൽ 4 ആൾ, K2 2 എണ്ണം, SO4 പിന്നെ മൊത്തത്തിൽ ഒരാളാണ്, അപ്പോൾ ടോട്ടൽ 3 ആൾ, അലുമിനിയം 2 എണ്ണം, SO4 3 എണ്ണം, 5 ആൾ. അപ്പോൾ ഈ അയണിക് കോമ്പൗണ്ടുകളുടെ വാൻ ഹോ ഫാക്ടർ കാണാൻ ടോട്ടൽ എത്ര അയോൺ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അസിയോട്രോപ്പ് എന്താ? അസിയോട്രോപ്പിനെ കുറിച്ച് പ്രധാനമായും പഠിക്കേണ്ട 3, 4, 5 പോയിന്റ് ഉണ്ട്. ഒന്ന്, അസിയോട്രോപ്പ് ബൈനറി മിക്സറാണ്. എന്ന് പറഞ്ഞാൽ അതിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവും. അവർക്ക് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റാണ്. അവർ ഒരേ ബോയിലിംഗ് പോയിൻ്റ്, ആ 2 കമ്പോണൻറ്റും ഒരേ ബോയിലിംഗ് പോയിൻറ്റിലാണ് ബോയിൽ ചെയ്യുക. അവർക്ക് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫേസ്. ഈ മിക്സറിനെ ലിക്വിഡ് ആക്കിയാലും ഗ്യാസ് ആക്കിയാലും അതിലുള്ള ഈ കമ്പോണൻറ്റുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും. നാലാമത്തെ എന്തായിരുന്നു? കനോട്ട് ബി സെപ്പറേറ്റഡ്. 2 കമ്പോണൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 2 കമ്പോണൻറ്റുകളെ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇത് വെച്ചൊന്നും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. 5-മത്തത് ഇത് 2 ടൈപ്പ് ഉണ്ട്, 2 ടൈപ്സ്. ഒന്നെന്താ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. 2, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിളാണ് 95% എത്തനോൾ സൊല്യൂഷൻ. മാക്സിമം പെർസെൻറ്റേജിന് എക്സാമ്പിളാണ് 68% HNO3 സൊല്യൂഷൻ. ഇതെല്ലാം നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് 1 ഷോട്ടിൽ പറഞ്ഞതാണ്. ഈ 5 പോയിന്റ് കൊണ്ട് എഴുതി വെക്കുക. അസിയോട്രോപ്പിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഇതൊക്കെ എഴുതി വെക്കുക. അക്വാട്ടിക് ആനിമൽസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. എന്തുകൊണ്ടാണ്? എടാ, ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ്റെ സൊല്യൂബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. ഞാൻ എന്താ പറഞ്ഞേ? ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കുറവ് എന്നാണ്. അപ്പോൾ സൊല്യൂബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കോൾഡ് വാട്ടറിലായിരിക്കും മോർ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവുക. ദാറ്റ്സ് വൈ അക്വാട്ടിക് ആനിമൽസ് അവിടെയാണ് മോർ കംഫർട്ടബിൾ. പരീക്ഷയ്ക്ക് സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. എടാ, ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ ടേംസിൽ പെട്ട ആളാണ് മൊളാരിറ്റി. മൊളാരിറ്റിയുടെ ഡെഫിനിഷനാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഇതാണ് ഡെഫിനിഷൻ. ഈ 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് മാറ്റിയിട്ട് 1 കിലോഗ്രാം സോൾവെൻറ്റ് എന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ കിട്ടി. മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റിയോ ചോദിച്ചു കളയും. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഇക്വേഷൻ? ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ. എടാ, ഗിവൺ മാസ് ഇട്ട സൊല്യൂട്ടിൻ്റെ മാസ് 10 ഗ്രാം NaOH ആണ്. അപ്പോൾ 10 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. NaOHലെ മോളാർ മാസ് 40. കൂട്ടി വയ്ക്കിയാൽ മതി. സോഡിയം 23, 16, 1. 450 ml സൊല്യൂഷൻ. ടോട്ടൽ 450 ഉണ്ട്. ബാക്കി നീയായി, കാൽക്കുലേറ്ററായി. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായും സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചെയ്തു പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓർഗാനിക്കിൻ്റെ വീഡിയോസ് വഴിയേ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.